യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസാണ് നമുക്കൊപ്പം ചേരുന്നത്. വടകരയിൽ മുറിവേറ്റിരിക്കുന്നു. ആ മുറിവ് വീണ്ടും വീണ്ടും കൂട്ടുകയാണോ, ആഴത്തിലാക്കുകയാണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും കേരളത്തിൽ സാമുദായിക ചേരിതിരിവ് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പലപ്പോഴും CPM ഉണ്ടാക്കാറുണ്ട്. മുമ്പ് കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുമാണി, കുഞ്ഞുഞ്ഞാണ് കേരളം ഭരിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള പ്രസ്താവന, സമാനമായ രീതിയിലുള്ള പല പ്രസ്താവനകളും CPMൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെങ്കിലും ഇത്ര രൂക്ഷമായ രീതിയിൽ വർഗീയത പച്ചക്ക് പറയുന്നത് വടകരയിൽ നമ്മൾ ഇതാദ്യമായിട്ടാണ് കാണുന്നത്. വളരെ കൃത്യമായി, വളരെ പ്രത്യക്ഷത്തിൽ തന്നെ വർഗീയത പറയുന്നൊരു സമീപനമാണ് CPM സ്വീകരിച്ചത്. ന്യൂനപക്ഷ സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുക, എന്നിട്ട് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് നേടാൻ കഴിയുമോ എന്ന രീതിയിലുള്ള ഒരു പ്രചരണ തന്ത്രമാണ് വടകരയിൽ ആവിഷ്കരിച്ചത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഈ കാഫിർ എന്ന ഒരു വ്യാജ വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരു പോസ്റ്ററും അതുമായി ബന്ധപ്പെട്ട പ്രചരണമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഷാഫി അവിടെ സ്ഥാനാർത്ഥിയായ നിമിഷം മുതൽ സമാനമായ രീതിയിലുള്ള ഒരു പ്രചരണ തന്ത്രമാണ് CPM ആവിഷ്കരിച്ചത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഒരു നാടിൻ്റെ സമാധാനം തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണ തന്ത്രം CPM സ്വീകരിക്കുമ്പോൾ അങ്ങേയറ്റത്തെ നിരാശയും പ്രതിഷേധവുമാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധമുണ്ട്. ഞങ്ങൾ പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു നടപടി ഉണ്ടായില്ല. ഇപ്പോൾ ഞങ്ങൾ ഒടുവിൽ കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. സമരമുണ്ട്. SP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു യൂത്ത് ലീഗ്. തീർച്ചയായിട്ടും പ്രത്യക്ഷ സമരവും അതോടൊപ്പം തന്നെ നിയമപരമായ പോരാട്ടവുമാണ് ഞങ്ങളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രചരണം പോലെയല്ല ഇത്. ഒന്ന്, യൂത്ത് ലീഗ് ഇത്തരത്തിൽ കാഫിർ, ഒരു സ്ഥാനാർത്ഥിയെ കാഫിർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു എന്ന രീതിയിലുള്ള പ്രചരണം, അത് CPMൻ്റെ താഴേക്കിടയിലുള്ള സൈബർ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതല്ല. ഉത്തരവാദിത്തപ്പെട്ട CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയുടെ ഭാഗത്തുനിന്ന്, അവർ മുൻ MLA ആണ്, CPMൻ്റെ സമുന്നതായ നേതാവാണ്. അവരിപ്പോഴും ഫേസ്ബുക്കിൽ നിന്ന് അത് നീക്കം ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവരിപ്പോഴും അത് ഓൺ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മാത്രമല്ല LDFൻ്റെ ഒരു വലിയ റാലി ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് അവരവിടെ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അവരിപ്പോഴും അത് വിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടുമെന്ന് അവർക്ക് ഉറപ്പാണ്. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വടകരയിൽ കാണിച്ച ഒരു തന്ത്രം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആവിഷ്കരിച്ചുകൊണ്ട് ഒരു ഭൂരിപക്ഷ ഏകീകരണം, ഭൂരിപക്ഷ ന്യൂനപക്ഷ വേർതിരിവുണ്ടാക്കി അതുവഴി 4 വോട്ട് കിട്ടാൻ വേണ്ടി കഴിയുമോ എന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ CPM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ധ്രുവീകരണം, സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് വോട്ട് ലക്ഷ്യം വെച്ചുള്ള മുന്നോട്ട് പോക്കാണെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങേയറ്റം അപകടകരമായിട്ടുള്ളൊരു രാഷ്ട്രീയമാണ് CPM ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ നരേന്ദ്രമോദി, BJP സംഘപരിവാറൊക്കെ വളരെ കൃത്യമായി അവർ പറയുന്നുണ്ട്, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങളുടെ സ്വത്ത് മുഴുവനും ഈ രാജ്യത്തിൻ്റെ സ്വത്ത് മുഴുവനും മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പോകണമെന്ന് പരസ്യമായി തന്നെ നരേന്ദ്രമോദി, അത് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. ഒരു പ്രധാനമന്ത്രി കസേരയിലിരിക്കുന്ന ആൾ വരെ അത് പറയുമെന്നുള്ളൊരു സംശയം മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരോട് അത് ഏറ്റെടുക്കാൻ തുടങ്ങി. പക്ഷേ കേരളത്തിൽ CPM ഇതേ രീതിയിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ചില പ്രസ്താവനകൾ CPM നടത്തിയിട്ടുണ്ട് എങ്കിലും CPM നേതൃത്വം തന്നെ അറിഞ്ഞുകൊണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ ആസൂത്രിതമായി ഇങ്ങനൊരു പ്രചരണ തന്ത്രം CPMൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നല്ല. ഈ കാഫിർ പരാമർശത്തിൽ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണല്ലോ, അതിലൊരു ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് യൂത്ത് ലീഗ് മുന്നോട്ട് വന്നിരുന്നു. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതായത് ഒരു തിരുവള്ളൂർ പഞ്ചായത്തിലെ ഒരു യൂണിറ്റ് കമ്മിറ്റിയിലെ ഒരു പ്രവർത്തകൻ്റെ പേരിലാണ് ഈ വാട്സപ്പ് ഇങ്ങനെ ഒരു കാഫിർ എന്നൊരു പ്രചരണം, ഒരു വ്യാജ നിർമ്മിതി ഉണ്ടാക്കിയിട്ടുള്ളത്. തിരുവള്ളൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി തന്നെ പരസ്യമായി പറഞ്ഞിരിക്കുന്നു, ഇത് യൂത്ത് ലീഗ് ഉണ്ടാക്കിയതാണ് എന്ന് തെളിയിച്ചാൽ, യൂത്ത് ലീഗിൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഇങ്ങനൊരു കാഫിർ പരാമർശം നടത്തിയെന്ന് തെളിയിച്ചാൽ അവർക്ക് 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന ഇനാമാണ് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി പ്രഖ്യാപിച്ചത്. കാരണം വളരെ കൃത്യമാണ്, യൂത്ത് ലീഗ് പ്രവർത്തകർ അത്തരത്തിലുള്ള ഏതെങ്കിലും നിലക്കുള്ള വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇക്കാലം വരെ ലീഗിൻ്റെ 7 പതിറ്റാണ്ട് കാലത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഒരാൾക്ക് പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. വളരെ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് വടകരയിലും എല്ലായിടത്തും ലീഗ് വോട്ട് ചോദിക്കാറുള്ളത്. UDF അങ്ങനെ തന്നെയാണ്. വടകരയിൽ പ്രത്യേകിച്ചൊരു ഷാഫി വന്ന സമയത്ത് ഒരു തരംഗമുണ്ടായി. അത് ഷാഫിയുടെ പേര് കൊണ്ടാണ്, ഷാഫിയുടെ മതം കൊണ്ടാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണത്തിൻ്റെ അവസാനത്തെ ഒരു ആയുധമെന്ന നിലക്കാണ് കാഫിർ എന്ന് പ്രചരിപ്പിച്ചു. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെക്കുറിച്ച് കാഫിർ എന്ന് പ്രചരിപ്പിച്ച് പോലീസിന് വളരെ നിഷ്പ്രയാസം അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാവുന്നതാണ് ആരാണിത് ഇങ്ങനൊരു പോസ്റ്റർ ഉണ്ടാക്കിയെന്നുള്ളത്. പക്ഷേ ഇന്ന് വരെ പോലീസ് ആ നിലക്കുള്ളൊരു അന്വേഷണം നടത്തുന്നില്ല. കാരണം ഇത് അന്വേഷിച്ചാൽ ഈ പിടിക്കപ്പെടാൻ പോകുന്നത് CPMൻ്റെ ഉന്നതരായിട്ടുള്ള ആളുകളാണെന്നുള്ളത് പോലീസിന് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് പോലീസിനെ തന്നെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാത്ത രീതിയിൽ അന്വേഷണം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ.
അതായത് ഒത്തുകളിയാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം പോലീസ് CPM നിയന്ത്രണത്തിലാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ CPM താല്പര്യമില്ലാത്തൊരു കേസിൽ പോലീസ് ഒരിക്കലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകില്ല. അതുകൊണ്ട് ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാത്തൊരു ഘട്ടത്തിലാണ് ഞങ്ങൾക്ക് നീതി കിട്ടണം. കാരണം ഞങ്ങളെ ഈ രീതിയിൽ വർഗീയത ആരോപിക്കുന്നു ഒരു ഭാഗത്ത്, മാത്രമല്ല നാട്ടിൽ വർഗീയ ധ്രുവീകരണത്തിൻ്റെ പേരിലുണ്ടാകുന്നു. കാരണം ഒരു സംഘടന ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ മതം പറഞ്ഞ് വോട്ട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ അപകടകരമാണ്. അത് വോട്ടിൻ്റെ പ്രശ്നം മാത്രമല്ല, നാളെയും വടകരയിൽ ജനങ്ങൾക്ക് ജീവിക്കണം. അവിടെ ഇത്രയും കാലം വളരെ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ആ സൗഹാർദ്ദത്തെ തകർക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരായാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ്, കാരണം ഞങ്ങളുടെ പേരിലാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരേ സമയം രാഷ്ട്രീയ പോരാട്ടം നടത്തും, അതേസമയം നിയമ പോരാട്ടം നടത്തും. ഈ വോട്ടെടുപ്പിന് ശേഷം വടകരയിൽ CPM അതോടൊപ്പം തന്നെ DYFI യും 2 പരിപാടികൾ സംഘടിപ്പിച്ചു. അതിലൊക്കെ UDF നേതൃത്വത്തിനെതിരെ ശക്തമായ ആക്ഷേപങ്ങളാണ് ഉയർന്നു വന്നത്. ഇത് വടകരയിൽ കൂടുതൽ മുറിവേൽപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന് മറുപടി നൽകാൻ UDF രംഗത്ത് വരുമ്പോൾ ഒരു ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ റാലി നടക്കുന്നു. ഇത് കൂടുതൽ മുറിവേൽപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ നോക്കൂ, UDF ഏതെങ്കിലും ഒരു നേതാവിൻ്റെയോ പ്രവർത്തകൻ്റെയോ ഭാഗത്തുനിന്ന് അവർ സംസാരിക്കുന്ന സമയത്ത് ഏതെങ്കിലും നിലക്ക് ആക്ഷേപം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നാട്ടിലൊരു മുറിവുണ്ടാക്കുന്ന, വിവിധ സമൂഹങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു വാക്ക് ആരെങ്കിലും പറഞ്ഞതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? അങ്ങനെ ഇത് ഉത്തരവാദിത്തപ്പെട്ട നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഷാഫിയെക്കുറിച്ച് CPM ഒരു MP പറഞ്ഞ പരാമർശം എന്താണ്? അതുപോലെ തന്നെ പിന്നെ ഈ രീതിയിലുള്ള വ്യാജ നിർമ്മിതിയെ ഓൺ ചെയ്യുന്നത് CPM നേതാക്കന്മാർ. രാഷ്ട്രീയ വിഷമാണെന്ന് പറഞ്ഞു. രാഷ്ട്രീയ വിഷം, തീർച്ചയായിട്ടും രാഷ്ട്രീയ വിഷം എന്നൊക്കെ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് അത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുമ്പോൾ അങ്ങേയറ്റം ലജ്ജാകരമായിട്ടുള്ളൊരു നിലപാടാണ് CPM ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അപ്പോൾ ഈ തരത്തിൽ മുറിവുണ്ടാക്കുന്ന ഒരു പരാമർശം UDF ഏതെങ്കിലും നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? അപ്പോൾ UDF ഭാഗത്ത് ഇപ്പോൾ അങ്ങേയറ്റം, ഇപ്പോൾ തന്നെ നാളത്തെ SP ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട് വളരെ കർക്കശമായിട്ടുള്ള നിർദ്ദേശമാണ് പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്നുണ്ടായിട്ടുള്ളത്. യാതൊരു തരത്തിലുള്ള പ്രകോപനം, പോലീസ് മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാൻ നോക്കും. ആ പ്രകോപനത്തിലൊന്നും വശംവദരാകാത്ത രീതിയിൽ വളരെ സമാധാനത്തോടുകൂടി സമരം, രാഷ്ട്രീയമായ സമരം എന്ന നിലക്ക് മാത്രം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള വളരെ ജാഗ്രതയാണ് UDF നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന ആളുകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് ഇത് എങ്ങനെയെങ്കിലും നാട്ടിൽ ധ്രുവീകരണം ഉണ്ടാക്കണം എന്നൊരു സമീപനത്തിലാണ് CPM മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ നന്ദി. CPM നാട്ടിൽ വർഗീയത പരത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വർഗീയ വിദ്വേഷം ഉയർത്തുന്നതിന് വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നേരത്തെ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ രീതിയിലേക്ക് മുന്നോട്ട് വരുന്നു എന്നാണ് പറയുന്നത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് എന്നുള്ള കാര്യമാണ് PK ഫിറോസ് ഏതായാലും ആരോപിക്കുന്നത്. കോഴിക്കോട് നിന്നും മഹേഷ് വാലിശ്ശേരിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.